കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിഷു ആഘോഷങ്ങൾ താരതമ്യം ചെയ്താൽ വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിലേക്ക് ചെല്ലുന്തോറും വിഷുവിന്റെ പ്രാധാന്യം കുറയുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. അതിന് പ്രധാന കാരണമായി പറയാവുന്നത് പ്രത്യേകിച്ച് പാലക്കാട്ടുള്ള ജനങ്ങൾ ഇപ്പോഴും കൃഷിയെ ഹൃദയത്തിൽ തൊട്ട് സ്നേഹിക്കുന്നതാവാം. വിഷു പാലക്കാടൻ ജനതയ്ക്ക് കൊയ്ത്തുത്സവം തന്നെയാണ്. അവിടുത്തെ പാടശേഖരങ്ങളിൽ രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് കാലമാണ് വിഷു. അടുത്ത ഒന്നാം കൃഷി ഇറക്കുന്നതിനുള്ള ചാലുകീറൽ ചടങ്ങ് നടക്കുന്ന സമയവുമാണ് വിഷുദിനം. മധ്യകേരളത്തിലെ ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളും പാലക്കാട്ടെ വിഷു ആഘോഷങ്ങളിലുണ്ട്. ഈ ആഘോഷത്തിന് നമുക്ക് ഒരു പരിവേഷം ചേർത്താൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് കുറേ കഥകളും കുറേ ആചാരങ്ങളും കൂടെ എന്നോട് വന്നു ചേർന്നാണ്. അപ്പം മംഗല വസ്തുക്കൾ രാവിലെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആഹ്ലാദം ഉണ്ടാകുന്നുള്ള മട്ടിലാണ് കണി. അതിവിടെ അന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ ഇപ്പം വിളവെടുപ്പ് കാലമായതുകൊണ്ടും ഭൂമിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ടും അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ മാത്രം എടുത്ത് വെച്ച് രാവിലെ കണ്ട് അത് ഒരു സൂര്യൻ്റെ ഭൂമിയും സൂര്യനും ഒന്നിച്ചു വരുന്ന ആ മുഹൂർത്തം നമ്മൾ കാണുന്നു എന്നാണ് സങ്കല്പം. തലേന്ന് അടയുണ്ടാക്കി വെച്ച് വിഷു ദിവസം ശ്രീകൃഷ്ണന് മുന്നിൽ നേദിച്ച ശേഷം മാത്രം കഴിക്കുന്ന രീതി ചിലയിടങ്ങളിലുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിഷുവിന് മധ്യകേരളത്തിലെയും തെക്കൻ ജില്ലകളിലെയും ഓണാഘോഷത്തിന്റെ അതേ തനിമയാണ്. കണ്ണൂരിലെ വിഷുസദ്യയിൽ മത്സ്യമാംസ വിഭവങ്ങളും ഉൾപ്പെടുന്നുവെന്നത് കൗതുകകരമായി അന്യദേശക്കാർക്ക് തോന്നാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിഷുക്കണി ദർശനത്തിനുമുണ്ട് പ്രത്യേകത. കേരളത്തിലെ ഇതര സ്ഥലങ്ങളിൽ ഒരുക്കുന്ന വിഷുക്കണിക്ക് പുറമെ കണിക്കലത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്ന കാരയപ്പം എന്നറിയപ്പെടുന്ന ഉണ്ണിയപ്പവും ഇവിടുത്തുകാർക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഈ വിഷുവിൻ്റെ ആയാലും അല്ലെങ്കിലും കൂടുതൽ നല്ല ചിലവാണ്. ഇപ്പോൾ പുറം രാജ്യത്ത് നിന്ന് വന്നിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടുന്ന് സ്ഥലം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ആളിപ്പോൾ കുറവാണ്. ഇപ്പോഴത്തെ ബാല്യക്കാരൊന്നും ഇപ്പോൾ അങ്ങനെ പണിയെടുക്കില്ല. മുമ്പെല്ലാവരും ഉണ്ടായാലും അതിന് കൂടുതൽ ചിലവുണ്ട്, നല്ല ചിലവാണ്. ഇപ്പോൾ ഈ വിഷുവിന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 ദിവസം നല്ല ചിലവാണ്. ഈ വിഷുക്കണിയുടെ പാത്രവും മറ്റേ പാത്രവും എല്ലാം ആയതുകൊണ്ട് നല്ല ചിലവാണ്. കണി കണ്ടതിനു ശേഷം കുടുംബത്തിലെ മുതിർന്നയാൾ മറ്റുള്ളവർക്ക് കാരയപ്പം വിതരണം ചെയ്യുന്നു. ഇതാണ് തെക്കൻ കേരളത്തിലെ പരമ്പരാഗത രീതിയിലുള്ള വിഷു കൈനീട്ടം. മധ്യകേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും എത്തുമ്പോൾ വിഷു കൈനീട്ടം പണത്തിന്റെ രൂപത്തിലാവുകയും ചെയ്യുന്നു. മലയാളി നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന വിഷുവിന് സമാനമായ ആഘോഷങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഉത്തരഭാരതത്തിൽ, വിശേഷിച്ചും പഞ്ചാബിൽ വൈശാഖിയാണ് നവവത്സരവും വിളവുത്സവവും. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു ഭാംഗ്ര നൃത്തം ചവിട്ടിയുമാണ് അവർ പുതുവർഷത്തെ വരവേൽക്കുന്നത്. കാശ്മീരി ജനതയ്ക്കുമുണ്ട് വിഷുവിന് സമാനമായ ആഘോഷം. അവരുടെ നവരേഷ് മലയാളികളുടെ വിഷു പോലെ തന്നെയാണ്. നിറപറയും കണിവിളക്കും കണിത്താലവും മാത്രമല്ല, കൈനീട്ടവും കോടിയുടൊപ്പും നിർബന്ധമാണ്. മഹാരാഷ്ട്രയിൽ ഗുഡി പാദ്വയാണ് നവവത്സര ദിനം. കലശം വെച്ച നീണ്ട കോലാണ് ഗുഡി. കലശത്തിനുള്ളിൽ നാളികേരമുണ്ടാകും. ഉയർത്തിപ്പിടിച്ച കോലിന്റെ മുകളിലിരിക്കുന്ന കലശത്തെ ആൾക്കാർ വടികൊണ്ടടിച്ച് പൊട്ടിക്കണം.
കർണാടകത്തിലും ആന്ധ്രയിലും ഈ നവവർഷ ദിനം യുഗാദി എന്ന പേരിലാണ് ആഘോഷിക്കപ്പെടുന്നത്. യുഗം എന്നതിന് ഇവിടെ വർഷം എന്നാണ് അർത്ഥം. കലിയുഗം ആരംഭിച്ചത് മേടവിഷുവിനാണെന്ന് കണക്കാക്കപ്പെടുന്നു. കൊല്ലവർഷത്തിന്റെ കൂടെ 3926 കൂട്ടിയാൽ കലിവർഷം കിട്ടും. അങ്ങനെയാകുമ്പോൾ കലിയുഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 5000-ലേറെ വർഷം കഴിഞ്ഞു. ഒരു കലിയുഗം 4,32,000 വർഷമാണ്. കലിയുഗ അവസാനമാകുമ്പോഴേക്കും സത്യധർമാദികൾ വളരെ ശോഷിക്കുമെന്നും മനുഷ്യൻ വിരൽ തുല്യം ചെറുതാകുമെന്നും പുരാണങ്ങൾ പറയുന്നു. കലിയുഗത്തിലെ അവസ്ഥ പുരാണങ്ങൾ പറയുന്നത് കേൾക്കൂ. ആധ്യാത്മിക നേതാക്കൾ പണക്കൊതിയന്മാരാകും. അവർ പണം വാരിക്കൂട്ടാൻ ഈശ്വരനെയും വിൽക്കും. ബ്രാഹ്മണർ ഭോഗസുഖങ്ങളിൽ അതീവ തൽപരരാകും. ഭരണാധികാരികൾ ജനങ്ങളെ കവർന്നു ജീവിക്കും. വിദ്യാർത്ഥികൾ ഗുരുവിന്റെ മെത്തയിൽ ശയിക്കും. യഥാകാലം മഴ ഉണ്ടാകില്ല. ബാലികാ ബാലന്മാർക്ക് പുത്രന്മാർ ജനിക്കും. 16-ൽ നര ബാധിച്ചു തുടങ്ങും. വൃദ്ധന്മാർക്ക് യുവാക്കളുടെ സ്വഭാവം ഉണ്ടാകും. ജനങ്ങൾ ഇതൊക്കെ കാരണം അക്രമികളും കൊലപാതകികളും പരസ്പരം വഞ്ചിക്കുന്നവരുമായി തീരും. ശ്രീകൃഷ്ണൻ ശരീരം ത്യജിച്ചതിനു ശേഷമാണ് കലിയുഗം ആരംഭിച്ചത്. പക്ഷേ വിഷു പോലെയുള്ള പുണ്യാവസരങ്ങളിലുള്ള ശ്രീകൃഷ്ണ ഭജനം കലിയുഗ കാളിന്തിയായി മാറിയിരിക്കുന്ന മനുഷ്യ മനസ്സുകളിലെ വിഷാംശം കുറയ്ക്കുമെന്ന് ഹൈന്ദവ പുരാണ പണ്ഡിതന്മാർ വിധിക്കുന്നു. ഗുരുവായൂർ ശ്രീകോവിലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ ചുംബിക്കും. ആ രശ്മിയേറ്റ് തൃപ്പാദങ്ങൾ വിളങ്ങും. വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വിസ്മയകരമായ കാഴ്ച. ആറന്മുള, അമ്പലപ്പുഴ തുടങ്ങിയ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും വിഷുക്കണി ദർശനത്തിന്റെ പേരിൽ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നു. വിഭിന്നതകൾ മാനവരാശിയുടെ കൂടപ്പിറപ്പാണെന്ന് പറയാം. ഒരുപക്ഷെ കാലദേശാദിയായ വിഭിന്നതകളാവാം മനുഷ്യരെ ആരോഗ്യകരമായ മത്സരത്തിലൂടെ മുന്നേറാൻ സഹായിച്ചിട്ടുള്ളത്. എല്ലാ ആഘോഷങ്ങളുടെ കാര്യത്തിലുമെന്ന പോലെ വിഷുവിൻ്റെ കാര്യത്തിലും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനതയ്ക്കിടയിൽ വിഭിന്നതകളുണ്ടാവാം. എന്നിരുന്നാലും വിഷു മലയാളിയുടെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞ് വലിയൊരു വിഭാഗത്തിന് പ്രവാസത്തിൽ നിന്നും സ്വദേശത്തേക്കുള്ള തിരിച്ചുവരവിനൊരു അവസരമാണ്.